Hello guys, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെയും ബാവയുടെയും നമ്മുടെ രണ്ടുപേരുടെയും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എനിക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നോ അതിനുള്ള ടൈമൊക്കെ എവിടെ തരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് സക്സസ് ആയാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ ഹെയർ ഒന്ന് കെട്ടി, കാരണം അല്ലാതെ കണ്ടാൽ നിങ്ങൾ പേടിച്ചു. അതുകൊണ്ട് ഞാൻ ഹെയർ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഹെയർ കെട്ടുന്ന വീഡിയോ ഞാൻ ചെയ്യാം, അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഹെയറൊക്കെ കെട്ടി ഇനി ഒന്ന് ബ്രഷ് ചെയ്യണം, ഫേസ് വാഷ് ചെയ്യണം, ചില്ലറ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്തിടും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കുളിക്കുന്ന രീതിയിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഉടനെ ഓയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാത്തത് കാരണം ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റുമോ, ഇപ്പോൾ കരയാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആൾ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ സമയത്ത് തന്നെ അവൾ എഴുന്നേക്കും. സ്ഥിരം അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ നനങ്ങി അവൾ അനങ്ങും. അങ്ങനത്തെ രീതിയിലാണ് അവൾ ഉറങ്ങുന്നത്. അപ്പോൾ നല്ല ഉറക്കമല്ലേ, ശ്രദ്ധിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എനിക്കൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഇവളെ എനിക്ക് ഓയിൽ ചെയ്തിടണം. അപ്പോൾ ആദ്യം ഞാൻ പോയി ഒന്ന് ശരിയാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയിക്കോളാം. ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാണ്, സാധാരണക്കാരുടെ ഫേസ് വാഷ്. ഹിമാലയ ഫേസ് വാഷ് എനിക്ക് ഇതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബ്രാൻഡഡ് യൂസ് ചെയ്തിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും പറ്റുന്നതല്ല എന്ന് എനിക്കറിയാം. ചിലർ സ്കിന്നും പിടിക്കില്ല, പക്ഷെ എനിക്കിതാണ് സ്യൂട്ടബിൾ കേട്ടോ. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ഇല്ല കേട്ടോ, സോറി ഗൈസ്. ക്ലിയർ ലൈറ്റ് റിഫ്ലക്ഷൻ അടിക്കുന്നതുകൊണ്ട് ക്ലിയർ വരുന്നില്ല, സോറി. ഫേസ് വാഷ് ചെയ്യാം. നമ്മളെന്നും രാവിലെ വാവ ഇങ്ങനെ വെയിൽ കാണിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് വൈബാണ് രാവിലെ. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചിക്കനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്ന് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് കാണിക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ബാവ നല്ല കരച്ചിലാണ്. അപ്പോൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അവളെ അവിടെ അമ്മ റെഡിയാക്കുവാണ്. ഞാൻ റെഡിയായാൽ മതി. നമ്മളിവിടെ ഇപ്പോൾ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഞാൻ റെഡിയൊന്നും ആയിട്ടില്ല. ഒന്ന് തലയ്ക്ക് കെട്ടിയൊന്ന് റെഡി ആയിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് മിയക്കുട്ടിയെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ആൾ 2 ദിവസമായിട്ട് ഭയങ്കര കരച്ചിലും വാശിയൊക്കെയാണ്. അപ്പോൾ അതൊന്നും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാലൊക്കെ കുടിക്കാൻ ഇത്തിരി മടിയൊക്കെ തുടങ്ങിയപ്പോൾ അതെന്തൊക്കെയാണ്, എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. ഒരു ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ ഇപ്പോൾ ആൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം ആൾ ഇത്തിരി ഓക്കെ ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പെർഫെക്റ്റ് ആയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എടുക്കുവാണെങ്കിൽ ഞാനതെല്ലാം അപ്ലോഡ് ആക്കാം കേട്ടോ. മാക്സിമം എടുക്കാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചതാ വീട്ടിലോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല അവൾക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്യാസിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള മരുന്നൊക്കെ തന്നു. വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട്, വേറെ ഒരു കുഴപ്പമില്ലാത്തതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടോ. ഇത്രയേ ഉള്ളൂ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഉറക്കിയിട്ട് പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഒരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തോരൻ ഒന്നായി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി സെപ്പറേറ്റ്, ചിക്കൻ സെപ്പറേറ്റ് ആയിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല കുശാലായിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ വാവ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയ സഹായമായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ടൈമിന് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ റെക്കോർഡ് വരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ +2 ആവാൻ പോവാണ്. അപ്പോൾ റെക്കോർഡ് ഒരുപാട് വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ടാവുന്നത് വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ വരയ്ക്കാൻ പോവാണ്. എത്ര വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന തക്കത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ വരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്തു. നല്ല സൂപ്പർ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷെ മഴ പെയ്തതിന് ശേഷം നല്ല തണുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അവൾ എഴുന്നേറ്റിട്ട് റൂമിലായിരിക്കും കിടത്തുന്നത്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഷീറ്റൊക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമൊന്ന് തൂത്ത് തുടച്ചൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഫേസ് പാക്ക് ഇടും. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഈ ഫേസ് പാക്കിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലെന്തി ആവും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഫേസ് പാക്ക് ഇടുന്നത് മാത്രം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ കുളിക്കുന്നതിന് ഒരു 1 അവറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ മുമ്പാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഇടുന്നത്. അപ്പോൾ ഇതൊരു കോഫിയുടെ ഫേസ് മാസ്ക് ആണ്. ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം.
അപ്പം ഞാൻ ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പല ജോലികളും ചെയ്യാറുണ്ട്. കാരണം ആ ടൈം പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച പാത്രമൊക്കെ കറക്റ്റ് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചൊന്ന് തുടച്ചൊക്കെ ഇട്ടു. പിന്നെ ഒന്ന് അടുക്കള തൂത്തിട്ടു. പിന്നെ പുറമൊന്ന് തൂക്കാണ്ടായിരുന്നു, അങ്ങനെ പുറത്തൊക്കെ തൂത്തിട്ടു കേട്ടോ. അപ്പോൾ ഫേസ് പാക്കും ഡ്രൈ ആവും, നമ്മുടെ ജോലികൾ നടക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാവയുടെ ബോട്ടിലൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുന്ന ഒരിതുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് നല്ല സ്റ്റെറൈലായിട്ട് മാത്രമേ നമ്മളതിൽ പാല് കൊടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടിലും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കാൻ പോവാണ്. അത് ചൂടായിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ എൻ്റെ ഫേസിലെ മാസ്ക് ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ഐസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് റിമൂവ് ചെയ്യുന്നത്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് ഫേസിൽ നിന്ന് പാക്കൊക്കെ റിമൂവ് ചെയ്യുന്നതെന്ന്. സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഫേസ് പാക്കൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഓയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ഓയിൽ വാവയ്ക്ക് യൂസ് ചെയ്യുന്ന ഓയിലാണ്. ഇതിപ്പോൾ ഞാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് കുളിക്കുന്നതിന് മുന്നേയും കുളിച്ചതിന് ശേഷമൊക്കെ ഞാനിത് യൂസ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഓയിലാണ്, നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇനി ഞാനൊന്ന് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഇത് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ആ മോയ്സ്ചറൈസർ ഇട്ട് നന്നായിട്ട് മോയ്സ്റ്റ് ചെയ്യുക നമ്മുടെ ഫേസ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാവയുടെ കാജലാണ്. അത് ഞാൻ കണ്ണിൽ 2 കണ്ണിലും അകത്ത് മാത്രം എഴുതിയിട്ടായിരിക്കും നടക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇനി വേറൊരു വ്ളോഗുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.